ഹായ് ഗൈസ്, അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ രഞ്ജു. ഈ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് ബാംഗ്ലൂർ പോയപ്പോഴുള്ളൊരു വീഡിയോ ആണിത്. ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ ഹോട്ടൽ സ്റ്റേ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ സിറ്റിയിൽ നിന്ന് ഒരു ഔട്ട്സ്കേർട്സിലാണ്, ഒരു 20-25 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ടാണ് ഈ ഹോട്ടൽ ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ സ്റ്റേ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് ആ ഹോട്ടലിൽ എങ്ങനെ ഇരിക്കും, സിറ്റിയിൽ നിന്ന് പുറത്താണല്ലോ, എങ്ങനെ സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ കുറേ സംശയങ്ങളുണ്ടാവും. പക്ഷേ ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വലിയ ഹോട്ടൽ, നല്ല വിശാലമായിട്ടുള്ള ഏരിയാസ്, പ്ലസ് ആ ഹോട്ടലിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഫംഗ്ഷൻ കൂടെ നടക്കുന്നുണ്ട്. അവരുടെ ഈവനിങ് എന്തോ ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി നല്ല മനോഹരമായ ഡെക്കറേഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി. കാരണം ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബുദ്ധൻ്റെ ഡ്രോയിങ് നമുക്ക് കാണാം. അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. രാവിലെ ഇവിടെ കുറേ പേര് വന്ന് യോഗയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്ത കാരണം ആൾക്കാർ ഇവിടെ ഇല്ല. പക്ഷെ എന്നാൽ പോലും നല്ല വിശാലമായിട്ടുള്ള ഏരിയ. ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു ഈവനിങ് ആണെന്ന് തോന്നുന്നു. സോ ഇപ്പോൾ അധികം ആൾക്കൂട്ടം ഇല്ല. സോ ഞങ്ങൾ ആ ഗ്യാപ്പ് നോക്കി ഇവിടെ ചുറ്റും വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കുകയായിരുന്നു. കാരണം സെറ്റപ്പ് നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ ഏരിയയും, നമുക്ക് ലോൺ ഏരിയയും, നമുക്ക് നടക്കാനും എന്താ പറയുക, ഒരു ഇത്രയും സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കില്ല. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് അവർ ആ ഹോട്ടലിൽ സെറ്റ് ചെയ്തേക്കുന്നത്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഈ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ കുറേ പേര് അവിടെ നിന്ന് കുറേയൊക്കെ ട്രിം ചെയ്ത് സെറ്റാക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത്രയും ഏരിയ ഉണ്ട് അവർക്ക് അവിടെ ഫംഗ്ഷൻ നടത്താനും. പിന്നെ ഹട്ട് പോലെ ഇരിക്കുന്ന ആ ഡെക്കറേഷൻസ് കാണുമ്പോൾ തന്നെ സ്പാനിഷ് വലിയ ലുക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കുറേ ക്യാഫ്റ്റീരിയയും പിന്നെ ഫുഡിൻ്റെ ഐറ്റംസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. കണ്ടോ, നടന്ന് പോകുമ്പോൾ ഉള്ള ഒരു ഫീലും. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ഇതിൻ്റെ എത്ര ഉള്ളിലൊരു ഹോട്ടലുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമോ നോക്കും. പക്ഷേ ഈവനിങ് ആയപ്പോൾ തന്നെ അവിടുത്തെ ഗസ്റ്റ് വന്നത് കണ്ടപ്പോൾ നമ്മൾ അതിശയിച്ചു പോയി. കാരണം അത്രത്തോളം വിശാലമായ പാർക്കിംഗ് ഏരിയയും സ്റ്റേ ചെയ്യുന്ന സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ എവിടെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ കമൻറ്റ് കൊടുക്കാം. നിങ്ങൾ പറ്റും ബാംഗ്ലൂർ പോകുമ്പോൾ ഈ ഹോട്ടൽ വിസിറ്റ് ചെയ്യുക. ഇത് പ്രൊമോഷനായിട്ടൊന്നും ഇട്ടല്ല, പക്ഷേ കണ്ടിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. സോ അത് കാരണം എനിക്കിത് ഇടാൻ തോന്നി. വീണ്ടും കുറേ വീഡിയോകളായിട്ട് ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കിപ്പോൾ ആവശ്യമാണ്. വീഡിയോസ് കുറവാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനി ഇടാൻ ഞാൻ ശ്രമിക്കാൻ വേണ്ടി. സോ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഗൈസ്. ബൈ, ടേക്ക് കെയർ എല്ലാവരും. ഓക്കെ.